ഹായ് ഗായ്സ്, മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിയെ എങ്ങനെയെങ്കിലും പോക്സോ കേസിൽ നിന്നും ഊരിയെടുക്കണമെന്ന ഉദ്ദേശത്തോടെ ശിവൻ രാമുണ്ണി മാമന്റെ മകനായ സുഭാഷിനെ പോയി കാണുന്നുണ്ട്. സുഭാഷ് പാർട്ടിക്കാരുമായി സംസാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നും പറയുന്നു. അവർക്ക് നേരിട്ട് ഇറങ്ങാൻ പറ്റില്ല, ഇലക്ഷൻ വരികയല്ലേ എന്നൊക്കെ. പ്രഭാകരനെ കണ്ട് സംസാരിക്കാനായി പാർട്ടിക്കാർ വിളിച്ചു വരുത്തുന്നു. സുഭാഷും പ്രഭാകരനുമായി കണ്ടുമുട്ടുമ്പോൾ ആദ്യം നിങ്ങളുടെ മുഖ്യ ശത്രുവായ ശിവശങ്കരനുമായി സംസാരിക്കണമെന്ന് സുഭാഷ് ആവശ്യപ്പെടുന്നു. അപ്പോൾ പ്രഭാകരന് കാര്യം മനസ്സിലായി. ഞാൻ എന്തു വേണം? എൻ്റെ മോളുടെ മാനത്തിന് വിലയിടാനാണോ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ച് സുഭാഷിനോട് ചൂടാവുന്നു. അതിന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, അയാൾ പറയുന്ന പോലെ പോക്സോ കേസ് ഒന്ന് ഒഴിവാക്കി കൊടുത്തുകൂടെ എന്ന് ശാന്തനായി വീണ്ടും ചോദിക്കുന്നുണ്ട് സുഭാഷ്. പ്രഭാകരൻ വീണ്ടും ചൂടാവുന്നു. താൻ എന്തു വർത്തമാനാടോ പറയുന്നത്? തനിക്ക് നാണമില്ലേ? എനിക്ക് അയാളുമായി ഒരു അടുപ്പവുമില്ല. അയാളുടെ മോൻ കാരണമാണ് എൻ്റെ മോളും ഞങ്ങളും ഈ ഗതിയിലായത്. ഇപ്പൊ പുറത്തിറങ്ങി നടക്കാനോ ആരുടെയും മുഖത്ത് നോക്കാനോ ഒന്നും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സുഭാഷ് വീണ്ടും ശാന്തനായി, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. നിങ്ങളോട് കള്ളം പറയാൻ പറഞ്ഞില്ലല്ലോ. പോക്സോ കേസിൽ നിന്നും ഒഴിവാക്കി കിട്ടിയാൽ അവന് ജാമ്യമെങ്കിലും കിട്ടുമെന്ന് പറയുന്നു. നിങ്ങളുടെ മകളുടെ മാനത്തിന്റെ വിലയല്ല, സത്യം പറഞ്ഞാൽ മാത്രം മതി എന്ന് വീണ്ടും സുഭാഷ് പറയുന്നു. നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം പറയൂ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ പിരിയുന്നു. ഇവിടെ നെടുമ്പുരയ്ക്കലാണെങ്കിൽ രോഹിത്തും അലീനയും കോളേജിന്റെ കാര്യത്തിനു വേണ്ടി ഫാദറിനെ കാണാൻ പുറപ്പെടുന്നു. അന്നേരം ബാലചന്ദ്രൻ പറയുന്നത്, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഓരോന്നായി തിരിച്ചു പിടിച്ചു തരികയാണ് അലീന. കളിയാക്കലുകൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും, അതൊക്കെ അതിജീവിച്ച് നല്ല കുട്ടിയായി പഠിക്കണം. അവൾ ചെയ്ത നന്മകൾ എന്നും നന്ദിയോടെ സ്മരിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അതൊക്കെ എനിക്ക് അറിയാമച്ചാ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഫാദറിനെ കാണാൻ പോകുന്നു. അത് നോക്കി നിൽക്കുന്ന ബാലചന്ദ്രനെയുമാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.